ഹലോ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പെൻസിൽ പൗച്ച് തയ്ക്കുന്ന വീഡിയോയായിട്ടാണ്. അതിന് നല്ലൊരു ക്ലോത്ത്, പിന്നെ വലിയൊരു ഷിബ് വേണം. ഇതാ ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുമേ അത്യാവശ്യം കനം കൂടിയൊരു ക്ലോത്താണ് ലൈനിങ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇത് എല്ലാം കൂടെ നമുക്കൊന്ന് തയ്ച്ചെടുക്കാം. വീതി വന്നിട്ട് 11 സെൻറ്റിമീറ്ററും നീളം വന്നിട്ട് 10 സെൻറ്റിമീറ്ററാണ്. ഈ 11 സെൻറ്റിമീറ്റർ വരണ ഭാഗത്താണ് നമ്മൾ ഷിബ് വെച്ച് കൊടുക്കേണ്ടത്. രണ്ട് സൈഡ് ലൈനിങ്ങും അതിൻ്റെ അടിയിൽ വെച്ചിട്ട് ഷിബിൻ്റെ നല്ല വശം അടിയിൽ വരത്തക്ക വിധത്തിൽ തുണിയുടെ നല്ല വശത്ത് ഷിബിൻ്റെ ചീത്ത വശം, അതായത് ഷിബ് അറിയാലോ, അടിക്കണ സമയത്ത് നിങ്ങൾക്ക് തിരിച്ചിട്ടടിക്കണം. എന്നിട്ട് ഇതേപോലെ നമ്മൾ പതിച്ചടിക്കുമ്പോൾ അത് മറിച്ച് കൊടുക്കുമ്പോൾ നല്ല വശത്തേക്ക് വരും, നല്ല ഷിബിൻ്റെ നല്ല വശം. ഓക്കെ, ഇതാ നമ്മൾ പതിച്ചെടുത്തിട്ടുണ്ട്. ഷിബ് തയ്ച്ചെടുത്ത് ഷിബിൻ്റെ അറ്റത്ത് കാണുന്ന തുണി ഉണ്ടല്ലോ, അത് നമുക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല തുണി ഉണ്ടല്ലോ, അത് ഇതേപോലെ കയറ്റി വെച്ചിട്ട് ഒന്ന് തയ്ച്ചു കൊടുക്കണം. അതിൻ്റെ മുകളിൽ കൂടെ ഷിബ് മാത്രമായിട്ടേ കാണത്തുള്ളൂ. അതിൻ്റെ അറ്റത്ത് കിടക്കണ തുണി പോലുള്ള ഭാഗം ഉണ്ടല്ലോ, അത് മറയത്തക്ക വിധത്തിലാണ് നമ്മൾ തയ്ച്ചെടുക്കേണ്ടത്. അതേപോലെ രണ്ടാമത്തെ വശം ഷിബൊക്കെ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ വശം അതേപോലെ തയ്ച്ചെടുക്കുക. ഇതാ കണ്ടോ, രണ്ട് വശവും അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് നമുക്കൊന്ന് അടയാളപ്പെടുത്തിയെടുക്കണം. രണ്ട് സൈഡിലും ഇതേപോലെ ഷിബ് വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ അടയാളപ്പെടുത്തിയെടുക്കുകയാണ്. അടയാളപ്പെടുത്തി ഇനി ഇതൊന്ന് വീഡിയോയിൽ കാണുന്ന അതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതായത് നമ്മൾ അടയാളപ്പെടുത്തിയ വശം ഉണ്ടല്ലോ, അത് ഷിബിൻ്റെ സെൻറ്ററുമായിട്ട് ഒരേ ലെവലിലേക്കാവണം രണ്ട് സൈഡിലും. ഇനി കാണിക്കണം അതേപോലെ തയ്ച്ചെടുക്കുക. ഒരു വശത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിനൊരു വള്ളി വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് ചെറിയൊരു, നമുക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചുള്ള വള്ളി തയ്ച്ചെടുക്കണം. പിടി വെക്കാൻ, അല്ലേ പിന്നെ ഒരു പിടുത്തൊന്നും ഇല്ലാത്ത പോലെ ആവില്ലേ. അതിന് ചെറിയൊരു വള്ളി, നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിനനുസരിച്ചുള്ള വീതിയും വലിപ്പവും അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്ച്ച് എടുക്കുക. തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ഷിബിൻ്റെ അടിയിൽ വരത്തക്ക വിധത്തിൽ, ഷിബിൻ്റെ അടിയിൽ നമ്മൾ ആ കോർണറിൽ നമ്മൾ അടയാളപ്പെടുത്തിയില്ലേ, അവിടെ ആയിട്ട് ഇത് ഒരേ ലെവലിലേക്ക് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുക. കണ്ടോ, റണ്ണർ അകത്തേക്ക് നടുഭാഗത്തേക്ക് വെച്ച് കൊടുക്കണം ഈ സമയത്ത് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ തയ്ച്ച് വരുമ്പോൾ അത് ബുദ്ധിമുട്ടായി വരും പിന്നീട് അതാക്കാൻ. ഇപ്പോൾ രണ്ട് സൈഡും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി 4 വശത്തും കൂടെ ആയിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. നമ്മൾ മേക്കപ്പ് പൗച്ചിനൊക്കെ ഇത് 1.5 ഇഞ്ച് വീതമായിരുന്നു മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിന്. ഇത് പെൻസിൽ പൗച്ചല്ലേ, ചെറുതല്ലേ, അപ്പോൾ അതിൻ്റേതായ വീതി വ്യത്യാസങ്ങൾ വരും. 1.5 ഇഞ്ചൊക്കെ ആകുമ്പോഴേ ഇത് 1 ഇഞ്ച് നീളവും വീതിയും 1 ഇഞ്ചാക്കിയിട്ട് 4 സൈഡിലും ഇതേപോലെ മുറിച്ച് മാറ്റും. മുറിച്ച് മാറ്റിയിട്ടുണ്ട്. മുറിച്ച് മാറ്റിയത് ഇതേപോലെ കിട്ടും. പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ തയ്ച്ചതിൻ്റെ നേരെ എതിരായിട്ട് വീഡിയോയിൽ കാണിക്കണം അതേപോലെ നമ്മൾ 4 സൈഡും തയ്ച്ചെടുക്കുക. കണ്ടോ, തയ്ച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കോർണറുകളെല്ലാം ഒരേ അളവാണെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ വരത്തുള്ളൂ കേട്ടോ. ഒരേ ലെവലിലേക്ക് കട്ട് ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും. ഇല്ലാന്നുണ്ടെങ്കിൽ ആ കോർണർ കയറി ഇറങ്ങി വലുതും ചെറുതുമായിട്ടൊക്കെ ആവും നിൽക്കുക. ഇനി എന്ത് ചെയ്യുക, നമുക്കതൊന്ന് തിരിച്ചിടണം. തിരിച്ചിട്ടിട്ട് അതിൻ്റെ സൈഡുകളും കോർണറും അതേപോലെ
എല്ലാം നമുക്കൊന്ന് വൃത്തിയായി കണ്ടോ. നമ്മൾ ആ കോർണർ തയ്ക്കണതിനനുസരിച്ചാണ് പൗച്ചിൻ്റെ ഭംഗി ഉണ്ടാവുള്ളൂ. പൗച്ച് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുക വെച്ചാൽ. ഇത് വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇതിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതാ പേപ്പർ ഒന്നും ഞാൻ അതിനകത്ത് വെച്ചിട്ടില്ല, എന്നാൽ തന്നെ നല്ല ഇതിൽ വന്നിട്ടുണ്ട്. കണ്ടോ, 4 സൈഡും ഒരേ ലെവൽക്കായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഒന്നും വെച്ചിട്ടില്ല അതിനകത്ത്. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് പേപ്പറുകളും വേറുള്ളതൊക്കെ വെച്ച് തന്നിട്ടാണ് അവർ ഇതാക്കുക. കണ്ടോ, ഇതിനകത്തൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.